friends, welcome back to my channel, your online Teacher-Malayalam. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കൺട്രോളിംഗ് ആണ്. കുഞ്ഞു ചാപ്റ്ററാണ്, പെട്ടെന്ന് നമുക്ക് നോക്കി പോകാം. സോ കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൺട്രോളിങ്ങിൻ്റെ മെയിനായിട്ടുള്ള കാര്യം തന്നെ അത് തന്നെ അതിൻ്റെ സ്റ്റെപ്പിലും പറയുന്നത്. കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അത് അതുപോലെ തന്നെയാണോ ആക്ച്വലി നടക്കുന്നത്? ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ നടന്നില്ല എന്നുള്ളത് കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് പ്രശ്നം പറ്റിയത്, മെഷീൻ കേടായതാണോ, എംപ്ലോയീസ് നന്നായിട്ട് പണിയെടുക്കാത്തതാണോ, എന്താണ് ആ പ്രശ്നം പറ്റിയെന്നുള്ളത് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. കൺട്രോളിങ്ങിൽ നമുക്ക് കൺട്രോളിങ്ങിൻ്റെ പ്രോസസ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നത് കൺട്രോളിങ്ങിൻ്റെ ബാക്കി ചാപ്റ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സിൽ ആദ്യമായിട്ട് വരുന്നതാണ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. അതായത് എന്ത് ഗോളാണോ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്, നേടിയെടുക്കേണ്ടത്, അത് ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കണമല്ലോ. സോ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേതാണ് നമ്മൾ റിയലായിട്ട് ആക്ച്വൽ പെർഫോമൻസ് എത്ര നടന്നു എന്ന് അറിയണമല്ലോ. അതിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാം അളക്കാം. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തു, ദെൻ നമ്മൾ കാര്യങ്ങളൊക്കെ പ്ലാൻ അനുസരിച്ച് നടത്തി, എന്നിട്ട് അത് ശരിക്കും അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡും വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തത് 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ്. പക്ഷേ ആക്ച്വലി 800 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡീവിയേഷൻ ഉണ്ടല്ലോ, 200 രൂപയുടെ വ്യത്യാസമുണ്ട്, ഡീവിയേഷൻ ഉണ്ട്. ആ വ്യത്യാസം എന്തുകൊണ്ട് വന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കമ്പാരിസൺ നടത്തുന്നത്. കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് 200 രൂപയുടെ വ്യത്യാസം വന്നു, ആ ഡീവിയേഷൻ എന്ത് വന്നു എന്ന ആ ഡീവിയേഷൻ്റെ എന്താണ് കാരണങ്ങൾ കണ്ടുപിടിക്കുക, അത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അനലൈസിങ് ഡീവിയേഷൻ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. മെഷീൻ കേടായതുകൊണ്ടാണെങ്കിൽ എന്താ, മെഷീൻ റിപ്പയറിന് കൊടുക്കണം അല്ലേ. എംപ്ലോയീസിൻ്റെ എണ്ണം കുറഞ്ഞതാണെങ്കിൽ കൂടുതൽ എംപ്ലോയീസിന് അസൈൻ ചെയ്യണം. സോ എന്തുകൊണ്ട് മാറ്റം വന്നു എന്നുള്ളത് മനസ്സിലാക്കി അത് തിരുത്തി ഇനി ആ ഒരു പ്രശ്നം ഒരിക്കലും വരാത്ത രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ലാസ്റ്റായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഫോക്കസ് ഏരിയ പ്രകാരം ടെക്നിക്സ് ഓഫ് മാനേജറിയൽ കൺട്രോളിങ്ങിൻ്റെ ട്രഡീഷണൽ ടെക്നിക്സ് ആണ്. അതായത് പണ്ട് മുതലേ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നിക്സ് ആണ്. ആദ്യത്തേതാണ് പേഴ്സണൽ ഒബ്സർവേഷൻ. സൂപ്പർവൈസേഴ്സൊക്കെ കണ്ടിട്ടില്ലേ, നേരിട്ട് എംപ്ലോയി എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, കറക്റ്റ് ആണോ എന്ന് ഇങ്ങനെ നേരിട്ട് നോക്കി കാണാം. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയിനെ സംബന്ധിച്ച് സൈക്കോളജിക്കൽ പ്രഷറാണ് അല്ലേ, സുപ്പീരിയർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജോലി ചെയ്യുന്നത്, ചിലപ്പോൾ അതുകൊണ്ട് കൂടുതൽ മിസ്റ്റേക്സ് വരുത്താൻ ചാൻസ് ഉണ്ട്. സോ അതാണ് ആദ്യത്തെ മെത്തേഡ്, പേഴ്സണൽ ഒബ്സർവേഷൻ. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, ഗ്രാഫ്, ചാർട്ട്, ടേബിൾസ്, ഇതിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടി ഡേറ്റാസ് എല്ലാം അനലൈസ് ചെയ്ത് നോക്കുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക, കമ്പാരിസണൊക്കെ നടത്തുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. ദെൻ ബ്രേക്ക് ഈവൻ അനാലിസിസ്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, പ്രോഫിറ്റും ലോസും ഇല്ല, ലാഭമില്ല നഷ്ടമില്ല. 10 രൂപക്കാണ് പ്രൊഡ്യൂസ് ചെയ്തത്, 10 രൂപക്കാണ് വിറ്റത്, അപ്പോൾ പിന്നെ അവിടെ ലാഭമില്ല നഷ്ടമില്ല, അങ്ങനെയുള്ളൊരു പോയിൻ്റാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. സോ ആ ബ്രേക്ക് ഈവൻ അനാലിസിസിലൂടെ കൺട്രോളിങ് കൊണ്ടുവരാറുണ്ട്. ദെൻ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ്സിൻ്റെ സഹായത്തോടു കൂടി, പ്ലാനിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് ബഡ്ജറ്റ് എന്നുള്ളത്. സോ ബഡ്ജറ്റിൻ്റെ സഹായത്തോടു കൂടി ആക്ച്വലും സ്റ്റാൻഡേർഡും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കലാണ് ബഡ്ജറ്ററി കൺട്രോൾ. ഓക്കെ, ഇത്രയുമാണ് ട്രഡീഷണൽ ടെക്നിക്സ് കൺട്രോളിങ്ങിൽ വരുന്നത്. കൺട്രോളിങ്ങിൽ ഫോക്കസ് ഏരിയ പ്രകാരം നമുക്ക് ഇത്രയും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, താങ്ക്